ഈ ചൂട് സമയത്തൊക്കെ കാട്ടിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എത്ര റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണല്ലേ. ഈ യു.പിയിലെ ഇതേ ബുലന്ദ്ഷഹറിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം യു.പിയിലെ ബുലന്ദ്ഷഹറിൽ നറോറ കാട്ടിന് സമീപമുള്ള ഗംഗാ കനാലിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന മുതലയുടെ ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് 10 അടി നീളമുള്ള മുതല ഇരുമ്പുവേലിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് പിന്നാലെ മറ്റൊരു വീഡിയോ വന്നിരിക്കുന്നു. ഇതാണ്, അതായത് ഈ മുതലയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണിത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ മുതലയെ പിടികൂടി ചുമന്നുകൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഈ ചൂട് സമയത്ത് ഇര തേടിയാണ് ഈ മുതല നാട്ടിലേക്ക് എത്തിയത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും അനുശ്രീ തന്നെയായിരിക്കും പറയുക. അനുശ്രീ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ അവസ്ഥയിലും മനുഷ്യരുടെ കാര്യമാണെങ്കിലും മൃഗങ്ങളുടെ കാര്യമാണെങ്കിലും ഈ രീതിയിൽ നല്ല വശവും ഉണ്ടാകും, ദോഷവശവും ഉണ്ടാകും. നമ്മൾ താമസിക്കുന്നിടത്തേക്ക് ഈ രീതിയിലുള്ള മൃഗങ്ങളൊക്കെ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായത് അവരെല്ലാം ഞെട്ടി പേടിച്ചു എന്ന് മാത്രമല്ല, അവയെ സാഹസികമായി പിടികൂടി ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാകുന്നു എന്നുള്ളതും കൂടിയാണ്. തീർച്ചയായും പൂജ, ഇതിപ്പോൾ ഇന്നലെ ഞാൻ മൊബൈൽ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പെട്ടെന്ന് എവിടെ നിന്നാണെന്നൊന്നും മനസ്സിലായില്ല. ആ വീഡിയോയിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ മുതല ഒരു ഇരുമ്പ് വേലി കടക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് കടക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അത് തിരിച്ച് വീഴുകയാണ്. അപ്പോൾ ഇത്രയും ഭയങ്കരമായ സൗണ്ടിലൂടെ ആയിരിക്കും അത് വീണിട്ടുണ്ടാവുക. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് എവിടെ നിന്നായിരിക്കും എന്ന് ആലോചിച്ച് സ്തബ്ധയായി നിന്ന് പോയായിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്യാതെ വേറെ കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞു. ഇപ്പോൾ ആ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടിയാണ് അറിഞ്ഞത്. കാരണം വെച്ചാൽ ഈ മുതലയെ പിടികൂടിയിട്ടുണ്ട്. സംഭവം നടന്നിരിക്കുന്ന യു.പിയിലെ ബുലന്ദ്ഷഹറിൽ തന്നെയാണ്. ഈ മുതല അവിടുത്തെ ഗംഗാ കനാലിൽ നിൽക്കുന്നതായിരുന്നു. ഒരു പെൺമുതലയാണ്. ഇതിന് വിശന്നപ്പോഴായിരിക്കണം സ്വാഭാവികമായും ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. ഇത് ഇരുമ്പ് വേലി ചാടിക്കടന്ന് പുറത്തേക്കെത്തി. ഇതിന് തിരിച്ച് കായലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വേലി കടക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അതിന് പറ്റിയില്ല. ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ ഇടപെടുകയായിരുന്നു. കാരണം നാട്ടുകാർക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടാവും ഈ സംഭവത്തിൽ. അപ്പോൾ നാട്ടുകാരെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന്റെ പുറത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ആദ്യം നാട്ടുകാരാണ് ഈ മുതലയെ കായലിലേക്ക് കൊണ്ടുവിടാൻ ശ്രമിച്ചത്. പിന്നീട് ഉദ്യോഗസ്ഥർ കൂടി വരികയായിരുന്നു. പിന്നീട് ഈ മുതലയുടെ വായ കെട്ടിയിട്ടാണ് ഈ മുതലയും കൊണ്ട് 10 അടിയോളം നീളമുള്ള ഇത്രയും വെയിറ്റുള്ള മുതലയെ ഈ നാട്ടുകാർ താങ്ങി പിടിച്ചിട്ടാണ് ഈ മുതലയെ തിരിച്ച് കായലിലേക്ക് കൊണ്ടുവിട്ടിരിക്കുന്നത്. ഈ ചൂട് മനുഷ്യന് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് മറ്റേ കുരങ്ങിനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ മൃഗങ്ങളെയും കൂടി പരിഗണിക്കണം എന്നുള്ളതാണെങ്കിലും മുതലയെ പോലുള്ളയൊക്കെ ജീവികൾ വരുമ്പോൾ അത് നമ്മളെ ഏത് രീതിയിൽ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആശങ്കാകുലരാണ് ആ കാര്യത്തിൽ എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ ഈ രീതിയിലുള്ള കരുതലൊക്കെ എടുക്കുക. പക്ഷെ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെയുള്ള വലിയ മൃഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരിമിതികൾ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടുള്ള വനംവകുപ്പിന്റെ ഇടപെടലൊക്കെ ഉണ്ടായി. എന്നാലും അനുശ്രീ, ഞാൻ ആ ദൃശ്യങ്ങൾ നോക്കുകയായിരുന്നു. ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ചാടി പോവുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ കൃത്യമായിട്ടൊക്കെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ടാകും. ഞാൻ ശരിക്കും അങ്ങനെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ആ ഒരു ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ആ സമയത്ത് അങ്ങനെ കൃത്യമായിട്ടൊക്കെ വരിഞ്ഞു മുറുക്കിയത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചുവന്നെടുത്തോട്ടൊക്കെ പോകാൻ പറ്റിയത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് നല്ല കാര്യം. ശരി അനുശ്രീ.